ക്രിസ്മസ് കയ്യിലെ സിമ്പിളായിട്ട് ഒരു ലൈറ്റ് ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കിയാലോ. നമ്മളെ കയ്യിലുള്ള ഒരു 2-3 വേസ്റ്റ് ഐറ്റം മാത്രം മതി കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു റൗണ്ട് നമ്മൾ മാസ്ക് ടാപ്പും സെല്ലോ ടാപ്പൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം അതിനുള്ളിൽ കാണുന്ന കാർഡ്ബോർഡിൻ്റെ റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ഒന്ന് ഒട്ടിക്കാം. ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് വെട്ടി ഫിനിഷ് ആക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു മൂടിയാണ് വേണ്ടത്. ഇത് ചെറിയ മക്കളുള്ള വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. മക്കൾക്ക് മരുന്നും സിറപ്പും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പം അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു മൂടിയാണ്. അതിൻ്റെ മേലെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കയറ്റി കൊടുക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡിലേക്ക് നമുക്കിതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ഒക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയിട്ട് നമുക്ക് ബാക്കി പരിപാടി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലേക്ക് നമ്മുടെ ഫോം ഷീറ്റ് നീളത്തിലുള്ളൊരു റെഡ് ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കേട്ടോ. ഇനി ഇതേ വീതിയിൽ വരുന്ന നീളം കുറഞ്ഞ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ തൊട്ട് അടിയിൽ തന്നെ സ്പേസ് ഇല്ലാണ്ട് ഈ ഒരു പീസും കൂടെ നമുക്ക് ഫുള്ളായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മൂടിയും കൂടെ വേണം കേട്ടോ. ആ മൂടിയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഫോം ഷീറ്റിൻ്റെ നീളത്തിലുള്ള പീസ് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് രണ്ട് സൈഡിൽ നിന്നായിട്ടും ഇതുപോലെ കൊട്ടിക്കാം. അപ്പം ഇതുപോലെയൊക്കെ കിട്ടും. ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ റൗണ്ട് പീസ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ മേലെ ഒട്ടിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത്തിരി വലിയ ഒരു റൗണ്ട് പീസ് എടുക്കാം. സൈഡിലായിട്ട് പകുതി വരെ ഒരു കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യില്ലേ, അതുപോലെ ഒന്നിൻ്റെ ഉള്ളിലേക്ക് മറ്റൊന്ന് കയറ്റിയിട്ട് പശ തേച്ച് ഒട്ടിക്കാം. പിന്നെ നീളത്തിലുള്ളൊരു പീസ് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കേട്ടോ. നമ്മൾ മൂടിൻ്റെ മേലെയായിട്ടും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റിബണാണ്. നിങ്ങളെടുത്ത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മളതിൻ്റെ ചുറ്റും ഒരു മാല പോലത്തെ ഒരു സംഭവമല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മിനി വേർഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചുറ്റി കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് എനിക്കത് എവിടെ നിന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റിബണൊക്കെ വെച്ച് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ റിബണിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ നൂല് ജസ്റ്റ് അതുപോലെ ഇങ്ങനെ വിടർത്തിയെടുക്കുക. നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യില്ല, അതുപോലെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നമ്മുടെ റിബണ് ഫുള്ളായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കോലിൻ്റെ താഴെ നമുക്ക് പശ തേച്ചിട്ട് നമ്മുടെ റിബൺ ഒന്ന് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ചുരുട്ടിയിട്ട് നമുക്കിതുപോലെ നമ്മുടെ സ്റ്റിക്കുമ്പോൾ കൂടെ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ അപ്പം മേലൊക്കെ എത്തിയപ്പം എൻ്റെ തീരെ കട്ടിയില്ല, ബാക്കി റിബണും കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലെയറും കൂടെ താഴെ വരെ ഒന്ന് ചുറ്റി കൊടുക്കാമെന്ന്. അപ്പം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്, താഴെ വരെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ പിച്ചപ്പോൾ കിട്ടിയ നൂലുണ്ടല്ലോ അത് അടിയിൽ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ച ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് പോലെ കുറച്ച് ലീഫും പിന്നെ റെഡ് ഫോം ഷീറ്റിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെട്ടിയിട്ട് നമുക്ക് ആ സ്റ്റിക്കുമ്പോൾ കൂടെ ഒട്ടിച്ച് കൊടുക്കാം. ഡെക്കറേഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനിതാ നമ്മുടെ മൂടിയിലും ഇതുപോലെ കുറച്ച് ലീഫും ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ മൂടി ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ആ പാത്രത്തിനുള്ളിൽ ഇതുപോലെ ലൈറ്റൊക്കെ വെച്ചാൽ മതി. നമ്മൾ സിമ്പിളായിട്ടുള്ള ഡെക്കോർ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.